സീക്രട്ട് ഓഫ് കലിംഗ ഇപ്പം പോയി കണ്ടു വന്നിട്ടേ ഉള്ളൂ. നല്ല ഊച്ചാളിപ്പടം. വേറൊന്നും എനിക്ക് ആ പടത്തിനെ പറ്റി പറയാനില്ല. ഒരു കോമഡി വർക്കൗട്ടായിട്ടില്ല. ധ്യാൻ ശ്രീനിവാസനാണെങ്കിൽ വെറുതെ ഇരിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ ഫീൽഡിൽ ഇറങ്ങാതെ അഭിനയിക്കുന്നു. എന്തൊക്കെ കാണണം. പിന്നെ ധ്യാൻ ശ്രീനിയെ വെച്ചിട്ട് അവിടെ കുറേ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അല്ലാതെ പടത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സംഭവം പോലുള്ള സിനിമകളുടെയൊക്കെ കുറേ ഇൻഫ്ലുവൻസ് ഈ സിനിമയിൽ ഞാൻ കണ്ടു. അങ്ങനെ മൊത്തത്തിലൊരു ഊച്ചാളിപ്പടം. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസ് ഖാൻ്റെ ക്യാരക്ടറാണ്. പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പുള്ളി കൊള്ളാം. പക്ഷേ അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ക്യാരക്ടറായിപ്പോയി. പിന്നെ ഈ പടത്തിന് 2ാം പാർട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തൊലിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ പടത്തിനും ഇപ്പോൾ ഒരു 2ാം പാർട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ട്രെൻഡ് എന്നല്ല പറയേണ്ടത്, അതിനെ ഒരു എന്താ പറയുക, അതിപ്പോൾ ഒരു കൊമേഴ്ഷ്യലൈസ് ആയി തുടങ്ങി. കാര്യം ഇപ്പോൾ 2ാം പാർട്ട് വരും എന്ന് പറയുമ്പോൾ അടുത്തൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യും എന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. പക്ഷേ ഇങ്ങനെ തൊലിക്കാനാണെങ്കിൽ 2ാം പാർട്ടൊന്നും ഇറക്കണ്ട, ഇതിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. വേറെ പിന്നെ ഈ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ കാട്ടാക്കട എണ്ണൻ പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഹിറ്റായ നമ്മുടെ കാട്ടാക്കട എണ്ണൻ ഈ പടത്തിനകത്ത് അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് ഞാൻ ഈ പടം കാണാൻ പോയത്. എനിക്ക് ധ്യാൻ ശ്രീനിവാസൻ്റെ കുറേ ഊളപ്പടങ്ങളുണ്ടല്ലോ, അയാൾ മനഃപൂർവ്വം എടുത്ത് പൊട്ടിക്കുന്ന കുറേ പടങ്ങളുണ്ടല്ലോ, അതിനോട് എനിക്ക് വലിയ ആരാധനയോ അങ്ങനെ കാണാറുള്ള ആളല്ല ഞാൻ. പക്ഷേ ഈ കാട്ടാക്കട എണ്ണനുള്ളത് കൊണ്ട് ഞാൻ അതിനകത്ത് പോയി, ആ സിനിമ കാണാൻ പോയി. ഇന്ന് ഫസ്റ്റ് ഷോ പോയി കണ്ടു. ഷേണോയ്സിലാണ് പോയി കണ്ടത്. അപ്പോൾ പുള്ളി ഇതിനകത്ത് എന്തിനാണ് കൊണ്ടുവന്നേ? പുള്ളിയുടേതായ ഐക്കോണിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ കാണുമെന്ന് വിചാരിച്ചു. പുള്ളി ഇതിനകത്ത് കൊണ്ടുവന്നതിന് ഒരു കാര്യമില്ല. എനിക്ക് പുള്ളിയുടെ ഫസ്റ്റ് സിനിമയാണ്. പുള്ളി ഇനിയും സിനിമകളിൽ വരണം. പുള്ളിക്ക് ഭയങ്കര കേപ്പബിലിറ്റി ഉണ്ടെന്നേ. പക്ഷേ പുള്ളിയെ യൂസ് ചെയ്തിട്ടില്ല. പുള്ളി നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ അടിപൊളിയായിട്ട് പല പല റീൽസും പല പല ആക്ടിങ്, പുള്ളിയുടെ ഒരു ശൈലിയും എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആളുകൾ ഇടുന്നുണ്ട്. പുള്ളിയെ വെച്ചിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കായിരുന്നു. പക്ഷെ ആ ഒരു സ്പേസ് അവർ യൂസ് ചെയ്തില്ല, ആ ഒരു ആളെ യൂസ് ചെയ്തിട്ടില്ല. പുള്ളി അവിടെ വെറുതെ എനിക്ക് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. പുള്ളിയെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. പുള്ളി ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇനി പുള്ളിക്ക് അടുത്ത സിനിമകൾ കിട്ടും, എനിക്കത് ഉറപ്പാണ്. പുള്ളി കയറി വരണം, പുള്ളിയെ പോലുള്ള ആക്ടേഴ്സ് കയറി വരണം, അവരൊക്കെയാണ് വേണ്ടത്. പിന്നെ പുള്ളി ഇവിടെ വച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ തന്നെ പുള്ളി ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ പോയില്ലേ, ഈ കാട്ടാക്കട ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ലേ. അങ്ങനെ ആളെ വെച്ച് മാർക്കറ്റ് ചെയ്യാനാണ് അവർ നോക്കിയത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ വെച്ചിട്ട് ഈ സിനിമയ്ക്ക് മാർക്കറ്റ് ചെയ്യാൻ നോക്കി. കുറച്ചാളെ പുള്ളിയാന്ന് വിചാരിച്ച് കാണണം. പിന്നെ മെയിനായിട്ട് എൻ്റെ ഒരു ചോദ്യം, ഇങ്ങനെ ഊളപ്പടങ്ങൾ എന്തിനാണ് മനഃപൂർവ്വം എടുത്ത് പൊട്ടിക്കുന്നത്? അങ്ങനെ ഊളപ്പടത്തിൻ്റെ ചോദ്യം ഞാൻ കുറേ നാൾ, ഈ ഊളപ്പടം പൊട്ടിക്കുന്നതിൻ്റെ ചോദ്യം ഞാൻ കുറേ നാൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ നമ്മുടെ മോളിവുഡ് ടൈംസിലെ 1-2 വീക്ക് മുന്നേ ഇറങ്ങിയ മോളിവുഡ് ടൈംസ് ഞാൻ പോയി കണ്ട്. നമ്മുടെ നസ്ലൻ അഭിനയിച്ച, അപ്പോൾ അഭിനവ് നായക്, സുന്ദർ നായക്, പുള്ളിയാണ് ഡയറക്ഷൻ. പുള്ളി ആ സിനിമയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, അത് ഇതുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഈ പടങ്ങൾ എടുത്ത് മനഃപൂർവ്വം പൊട്ടിക്കുന്നതിനെ പറ്റി, കുറേ ടാക്സ് വെട്ടിക്കുന്നതിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ സംതിങ് മേക്ക് സെൻസ്, ഇതിനകത്ത് അത് മേക്ക് സെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ മോളിവുഡ് ടൈംസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ആ മോളിവുഡ് ടൈംസ് ഒക്കെ OTT-ലൊക്കെ ഇറങ്ങട്ടെ, ആൾക്കാർ കൂടുതൽ കാണട്ടെ, അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ അതിനെപ്പറ്റി ഈ പടങ്ങളെടുത്ത് മനഃപൂർവ്വം പൊട്ടിച്ച് ടാക്സ് വെട്ടിക്കുന്നതിനെ പറ്റി എനിക്കൊരു ഫുള്ള് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആദ്യം ആ സിനിമയൊക്കെ ഇറങ്ങി ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ അത് സ്പോയിലറായിപ്പോവും. അപ്പോൾ മോളിവുഡ് ടൈംസ് പോയി കാണാൻ നല്ല പടമാണ്. പിന്നെ ഈ പടത്തിനകത്ത് മെയിൻ പറയേണ്ടത് ഒരു കിണർ, മന്ദാകിനിക്കാട്, ഉണ്ടംപൊരി. ഈ മന്ദാകിനി എൻ്റെ വായിന്നത് പോകുന്നില്ല, അതിങ്ങനെ കേട്ട് 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 വെറുപ്പിച്ച് കളഞ്ഞ് മന്ദാകിനി 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 എന്നും പറഞ്ഞ് ഒരു 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 ലിമിറ്റേഷൻ ഇല്ലേ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കുന്നതിന്. ത്രൂ ഔട്ട് പടത്തിനകത്ത് വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൽ പറയാനാണെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സും ആവശ്യമില്ലാത്ത കുറേ ഡയലോഗ്സും കോമഡിയൊക്കെ 100% വർക്കൗട്ട് ആയിട്ടില്ല. അതിനകത്ത് പറഞ്ഞ ഒരു കോമഡിയും വർക്കൗട്ട് ആയിട്ടില്ല. എന്തിനാ ഇങ്ങനെ പടം എടുക്കുന്നത്? എന്താ ഇവർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം? അതിൻ്റെയൊക്കെ ആവശ്യം മറ്റേ മോളിവുഡ് ടൈംസിൽ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതായിരിക്കണം, അല്ലാന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും കണ്ട സ്ഥിതിക്ക്. കാര്യം ഇങ്ങനെ പടങ്ങളെടുത്ത് ഇവർക്ക് മനഃപൂർവ്വം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ പടങ്ങൾ ഫസ്റ്റ് ഔട്ട് വരുമ്പോഴേ ഇവർ ഔട്ടിരുന്ന് കാണുമ്പോഴേ ഇവർക്ക് മനസ്സിലാവില്ല, ഊളപ്പടമാണ്, പൊട്ടാൻ പോവാണ്, എന്തിനാണ് പിന്നെ ഇറക്കുന്നത്? തിയേറ്ററിൽ ഇറക്കി എന്തിനാണ് പൊട്ടിക്കുന്നത്? യൂട്യൂബിലിട്ട് അതിനേക്കാളും കാശ് കിട്ടൂലേ? ധ്യാൻ ശ്രീനിവാസനും റിയാസ് ഖാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കാണൂലേ?
യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും കാശ് കിട്ടത്തില്ല. പിന്നെ എന്തിനാ മനഃപൂർവ്വം പൊട്ടിക്കുന്നേ? അങ്ങനെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ സിനിമയിലുണ്ട്. അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അങ്ങനെ ആണ് എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. അങ്ങനെ ആയിരിക്കും, മേ ബി, എനിക്കറിയില്ല. എനിക്ക് അതിനൊരു തെളിവുമില്ല. പക്ഷേ ദർ ഇസ് എ ചാൻസ്, മേക്ക് സെൻസ്. ഇത് ആ പറയുന്ന കാര്യമായിട്ട് ഭയങ്കര സെൻസ് ഉണ്ട്. ഈ ഒരു സിറ്റുവേഷൻ, ഈ പടങ്ങളെടുത്ത് മനഃപൂർവ്വം പൊട്ടിക്കുക എന്ന് പറയുന്നത്. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ എന്താ പറയുക, ഇതിനകത്ത് എന്തിനാണ് അയാളെ കൊണ്ടുവന്നേ? അയാള് ഒരു മാർക്കറ്റാണോ? അയാളൊരു മാർക്കറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങളെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പ്രിഡിക്റ്റ് ചെയ്യും ഇത് കൊള്ളത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നല്ല റിവ്യൂ വരണം, നല്ല പടമാണെന്ന് റിവ്യൂ വന്നാൽ ഞാൻ പോയി കാണും. അല്ലാതെ പുള്ളി എന്തിനാ കൊണ്ടുവന്നേ? പുള്ളി വെറുതെ ഇരിക്കുക. പുള്ളിനകത്തൊരു ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പുള്ളി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവിടെ ഇല്ലെങ്കിലും പടത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ വെച്ചിട്ടുള്ള കുറെ അപരാധങ്ങളുണ്ട്, കണ്ടോണ്ടിരിക്കുക. ആ അപരാധങ്ങൾ മാത്രം കണ്ടോണ്ടിരിക്കുക, ബാക്കിയൊന്നും പോരാ. വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതിനെ മോശമൊന്നും ഞാൻ പറയുന്നില്ല. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ധ്യാനിൻ്റെ ഒക്കെ കുറച്ച് എന്താ പറയുക, യങ് ഏജിലുള്ള ധ്യാനിൻ്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ധ്യാനിനെ അങ്ങനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇനി റിയൽ ലൈഫിൽ ആൾ ഈ ഒന്നും ഉപയോഗിക്കാതെ റിയൽ ലൈഫിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് വന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. പിന്നെ ഈ പടത്തിനകത്ത് എന്താ പറയാൻ, ഊച്ചാളിപ്പടം, വേറൊന്നും പറയാനില്ല. ശോകപ്പടം. ശോകം എന്ന് പറഞ്ഞാൽ അയ്യേ, നിങ്ങൾ ആരും കാശ് കൊടുത്ത് പോയി കാണണ്ട. ആരും കാശ് കൊടുത്ത് പോയി കാണണ്ട. ഇത് OTTയിൽ ഇറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി അന്നേരം കണ്ടാൽ മതി. ആരും കാശ് കൊടുത്ത് പോയി കാണല്ലേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മനഃപൂർവ്വം ഈ പടത്തിനെ പൊട്ടിക്കാൻ വേണ്ടി പറയുന്നില്ല, നിങ്ങളുടെ കാശ് വാരിക്കാൻ വേണ്ടി പറയുന്നത്. അതിന് വേണ്ടിയിട്ടൊന്നും ഇല്ല, പടത്തിനകത്ത് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് ആരുടെ കാശ് കൊടുത്ത് കാണല്ലേ എന്ന് പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ്. ഞാൻ കൊള്ളത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നു. നിങ്ങളടുത്ത് സജസ്റ്റ് ചെയ്യുന്നില്ല, കാശ് കൊടുത്ത് കാണണ്ട. പിന്നെ നിങ്ങൾക്ക് പോയി കാണാൻ, വിമർശിക്കാം. നിങ്ങൾക്ക് പോയി കണ്ടിട്ട് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം. അത് നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അഭിപ്രായത്തിൽ പോയി കാണേണ്ട ഒരു ആവശ്യമില്ല. പിന്നെന്താ, പിന്നൊന്നുമില്ല. നല്ല ഊച്ചാളിപ്പടം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ.